കുമാരനാശാന്റെ ജന്മഭൂമി സംരക്ഷിക്കുവാൻ ദൃഢപ്രതിജ്ഞയുമായി സാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ. അഞ്ചുതെങ്ങ് കായിക്കരയിലെ ജന്മഗൃഹം നിലനിന്നിരുന്ന തൊമ്മൻ വിളാകത്തെ തറവാട് ഭൂമി സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ തപസ്യ കലാസാഹിത്യവേദി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുമാരനാശാൻ സ്മൃതി യാത്രയുടെ ഭാഗമായാണ് സാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ ദൃഢപ്രതിജ്ഞ ചൊല്ലിയത്. മഹാകവി കുമാരനാശാൻ ജനിച്ച തൊമ്മൻ വിളാകം തറവാട് വീട് നിലനിന്നിരുന്ന സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് മഹാകവിക്ക് ഉചിതമായ സ്മാരകം നിർമ്മിക്കണമെന്ന സാംസ്കാരിക കേരളത്തിന്റെ അഭിലാഷം. പരിപാടിയിൽ അനുസ്മരണ പ്രഭാഷണം, കവി സദസ്സ്, കാവ്യാലാപനം തുടങ്ങിയവയ്ക്ക് സാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ നേതൃത്വം നൽകി. തോന്നയ്ക്കൽ ആശാൻ സ്മാരകത്തിൽ നിന്നും ആരംഭിച്ച് കവിയുടെ ജന്മസ്ഥലമായ കായിക്കരയിലാണ് സ്മൃതിയാത്ര സംഘടിപ്പിച്ചത്. സമാപന പരിപാടിയുടെ ഉദ്ഘാടനം തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PG ഹരിദാസ് നിർവഹിച്ചു. സിനിമാ സംഗീത സംവിധായകൻ ദർശൻ രാമൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സാഹിത്യ സാംസ്കാരിക നായകന്മാരായ നെടുവട്ടം ഗോപാലകൃഷ്ണൻ, കാവാലം ശശികുമാർ, അജയൻ കല്ലറ, കാര്യവട്ടം ശ്രീകണ്ഠൻ, ഭാവന രാധാകൃഷ്ണൻ, ബാലചന്ദ്രൻ, AV രാജേന്ദ്രൻ, GN മഹേഷ്, വൃദ്ധവനം പാർത്ഥസാരഥി, KV രാജേന്ദ്രൻ, മുക്കം പാലമൂട് രാധാകൃഷ്ണൻ, അശോകൻ കായിക്കര, ബാബുകൃഷ്ണൻ, മഹേഷ്, ഭരതന്നൂർ സോമശേഖരൻ, അരുൺ മണലൂർ, വിപിൻ ചന്ദ്രപാൽ, കായിക്കര കുമാരനാശാൻ ജന്മഭൂമി സംരക്ഷണ സമിതി ഭാരവാഹികളായ വക്കം അജിത്ത്, കടയ്ക്കാവൂർ അജയ് ബോസ്, അഞ്ചുതെങ്ങ് സാജൻ, ബൈജു, സാബു, സുനിൽ SV, ഷിബു കടയ്ക്കാവൂർ, സരള കായിക്കര, ഷീന എന്നിവർ പങ്കെടുത്തു. തപസ്യ ജില്ലാ സെക്രട്ടറി സുജിത്ത് ഭവാനന്ദൻ സ്വാഗതവും വെള്ളനാട് മണികണ്ഠൻ നന്ദിയും പറഞ്ഞു. കുമാരനാശാൻ പിറന്ന കായിക്കരയിലെ തൊമ്മൻ വിളാകം തറവാട് അവകാശികളില്ലാതെ വർഷങ്ങളായി അനാഥമായി കിടക്കുകയായിരുന്നു. ഇവിടം കയ്യേറി സ്വകാര്യ മത്സ്യലേലചന്ത നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ്. ഇതിനെതിരെ നാട്ടുകാരും സാഹിത്യകാരന്മാരും കുടുംബക്കാരും ചേർന്ന് സംരക്ഷണ സമിതിക്ക് രൂപം നൽകി. ഈ സാഹചര്യത്തിലാണ് തപസ്യയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്മൃതിയാത്ര നടത്തിയത്.